എന്ന മഹത്തായ സിനിമയുടെ സംവിധായകൻ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അമ്പിളികുമാർ, വേദിയിലുള്ള വിശിഷ്ട സാന്നിധ്യങ്ങൾ ശ്രീ വസന്തകുമാർ സാംബശിവൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ നമശിവായൻ, വേദി വിട്ടുപോയ നമ്മുടെ MLA, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, വളരെ വിശദമായിട്ട് തന്നെയാണ് എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേരും ഈ സിനിമയുടെ ചരിത്രത്തെയും ഇദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ കലാജീവിതത്തിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചത്. കാലത്തിൻ്റെ പ്രവാഹത്തിൽ എവിടെയൊക്കെ വെച്ച് മാഞ്ഞുപോയതോ മായ്ക്കപ്പെട്ടതോ ആയ ഏതൊക്കെയോ സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ജീർണതയോട് പൊടിമാറ്റി നോക്കിയാൽ പന്തിരുകുലത്തിൽ ധാരാളം കാണാം. ഒരു വലിയ വിദ്വൽ സദസ്സിന്റെ അലങ്കാരമായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ഉന്നതകുലജാതനായ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറയ സമുദായത്തിൽപ്പെട്ട പഞ്ചമി എന്ന പെൺകുട്ടി വിവാഹം കഴിക്കുന്നു. ഒരു വിധിയുടെ നിർണയമാണ്. അതിനുശേഷം 12 മക്കൾ, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു 12 മക്കൾക്ക് ജന്മം കൊടുത്തു. ഒരു കുഞ്ഞിനെ പോലും മുലയൂട്ടാനുള്ള ഭാഗ്യം സിദ്ധിക്കാത്ത ഹതഭാഗ്യയായ ഒരു അമ്മ. അവരുടെ ജീവിത സായാഹ്നത്തിൽ ഈ മക്കളെ തേടിയെത്തുമ്പോൾ ആ യാത്രയിൽ അവർ കണ്ടുമുട്ടുന്ന അനുഭവങ്ങൾ, അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു വിശേഷ കാര്യം, നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ ഈ 12 മക്കളും മേഴത്തോൾ അഗ്നിഹോത്രി, വായില കുന്നിലപ്പൻ, വടുതല നായർ, ഉപ്പുകുറ്റൻ, പാണൻ, പാക്കന,